ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെ സ്ട്രോങ് ആവാം എന്നതിനെ കുറിച്ചാണ്. സ്ട്രോങ് ആവണമെങ്കിൽ നമുക്ക് ഇമോഷൻസിനെ നന്നായി കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുനന്ദയും ഭദ്രയും വലിയ കൂട്ടുകാരായി. പക്ഷെ 2 ദിവസം മുന്നേ അവർ തമ്മിൽ ചെറിയ എന്തോ ഒരു കാര്യത്തിന് നല്ല വലിയ വഴക്കായി. അവരുടെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ ലേഡീസ് ക്ലബ് മീറ്റിങ്ങിൽ. സുനന്ദ വീട്ടിൽ വന്നിരുന്നു അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പൊ സുനന്ദ ഒരു കാര്യം വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ പ്രശ്നം സുനന്ദയുടെ മുന്നിൽ നടക്കുന്നില്ല. പിന്നെ എന്താണ് സുനന്ദയെ അലട്ടുന്നത്? ആ നടന്ന പ്രശ്നത്തെ പറ്റിയുള്ള ചിന്തകളാണ്. ആ ചിന്തകൾ എങ്ങനെയാണ്? ഇത് കുറച്ച് ചിത്രങ്ങളായിട്ടാണ്. സുനന്ദയും ഭദ്രയും വഴക്കിടുന്നു, ഉറക്കെ സംസാരിക്കുന്നു. കുറച്ച് ചിത്രങ്ങളും ആ ശബ്ദങ്ങളും അതൊക്കെയാണ് സുനന്ദയ്ക്ക് കേൾക്കാൻ പറ്റുന്നത്. പിന്നെ സുനന്ദ ഒന്നുകൂടെ ആലോചിച്ചപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഇമോഷൻസും കൂടിയുണ്ട്. അതായത് സുനന്ദയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, സുനന്ദയ്ക്ക് നല്ല സങ്കടമുണ്ട്. കാരണം അവര് വളരെ നല്ല കൂട്ടുകാരായി. ഒന്നും കൂടി കാമായിരുന്ന് ചിന്തിച്ചപ്പോൾ സുനന്ദയ്ക്ക് തോന്നി വളരെ ചെറിയ വഴക്കാണ്, ഒന്ന് സംസാരിച്ചാൽ ബെറ്റർ ആവുന്നതേ ഉള്ളൂ. പിന്നെ എന്തിനാ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണം? പിന്നെ കുറച്ച് ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് അതിൻ്റെ കൂടെ ഉണ്ട്. വിഷമം, ദേഷ്യം, സങ്കടം, ചെറിയൊരു അസൂയയും കൂടി ഉണ്ട്. അപ്പൊ സുനന്ദ വിചാരിച്ചു, ഇതിനെയൊക്കെ ഒന്ന് ഡീൽ ചെയ്യണം അല്ലേ? ഈ ഇമോഷൻസിനെയൊക്കെ ഡീൽ ചെയ്യാം. ശരി, അതൊക്കെ സുനന്ദയ്ക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി എന്താണുള്ളത്? അതിനെപ്പറ്റിയുള്ള ഓർമ്മകളും ചിത്രങ്ങളും മാത്രമാണ്. അപ്പോൾ സുനന്ദ ഒരു തീരുമാനമെടുത്തു. ഭദ്രയോട് ഒന്നും കൂടി പോയി സംസാരിക്കാം. കാര്യങ്ങളെപ്പറ്റി രണ്ടുപേരും നന്നായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ. സുനന്ദ ഇമോഷണലി വളരെ സ്ട്രോങ് ആയ തീരുമാനം എടുത്തു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയല്ലേ? പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ അത് നമ്മെ എന്തുകൊണ്ടാണ് അലട്ടുന്നത്? അതിൻ്റെ കൂടെ കുറച്ച് ഇമോഷൻസ് അറ്റാച്ച്ഡ് ആണ് അല്ലേ? ആ ഇമോഷൻസ് നമ്മൾ ഡീൽ ചെയ്യാൻ പറ്റിയാൽ അത് നമ്മുടെ വിജയമാണ്. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് ചിത്രങ്ങളും ഓർമ്മകളും ഒക്കെയാണ്. അത് നമുക്ക് മറക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആദ്യം എന്താ വേണ്ടത്? വളരെ കാമായിരുന്ന് അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കണം. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമ്പോൾ നമുക്കതിലെ ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിലെ ഓർമ്മകളും ചിത്രങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഇമോഷൻസിനെ ഡീൽ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ സ്ട്രോങ് പേഴ്സൺസ് ആയി. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്കും അതിനെ നന്നായി ഡീൽ ചെയ്യുവാനും ഇമോഷൻസിനെ ബെറ്ററായി ഹാൻഡിൽ ചെയ്യുവാനും പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.